പൊതുജനാഭിപ്രായത്തെക്കുറിച്ച് നെഹ്റുവിൻ്റെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കട്ടെ. Now, authoritarian government can be absolutely dictatorial except for a brief period. ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിക്കും വളരെ ഹ്രസ്വകാലത്തേക്കല്ലാതെ അനന്തകാലത്തേക്ക് നിലനിൽക്കാനാവില്ല പൊതുജനാഭിപ്രായം മാനിക്കാതെ. ഇൻ ദ ലോങ് റൺ, ദീർഘകാലഘട്ടത്തിൽ ഇറ്റ് ഹാസ് ടു റെക്കൺ വിത്ത് പബ്ലിക് ഒപ്പീനിയൻ. അതിന് പൊതുജനാഭിപ്രായത്തോട് സമരസപ്പെടേണ്ടി വരും. പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് എന്ന ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡസ് ദ ഗവൺമെന്റ് ടേക്ക് സീരിയസ് നോട്ട് ഓഫ് വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് എനാക്ടിംഗ് ലോസ്? ഗവൺമെന്റ് നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴും നയങ്ങൾ രൂപീകരിക്കുമ്പോഴുമെല്ലാം ഗൗരവതരമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പൊതുജനാഭിപ്രായത്തെയാണ് ഗൗരവതരമായി കണക്കിലെടുക്കേണ്ടത്. വാട്ട് റോൾ ഡസ് പബ്ലിക് ഒപ്പീനിയൻ ആക്ട് ആസ് ടു ദ ഗവൺമെന്റ്? പൊതുജനാഭിപ്രായം ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരു വാച്ച് ഡോഗിനെ പോലെ, ഗവൺമെന്റിന് തെറ്റുപറ്റാതിരിക്കാൻ സസൂക്ഷ്മം ഗവൺമെന്റിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വാച്ച് ഡോഗാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് വേണമെങ്കിലും പറയാം. മറ്റൊരു ചോദ്യം എങ്ങനെയാണ്: ആർ ദ ഗവൺമെന്റ്സ് ടുഡേ നോട്ട് കോൺഷ്യസ് ഓഫ് ഇന്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയൻ? അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭിപ്രായം പോലും പരിഗണിക്കാതെയാണ് ഇന്നത്തെ ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യമുണ്ട്. അല്ല, ഇന്നത്തെ ഗവൺമെന്റുകൾ ദേ ആർ വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് ദ ഇന്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയൻ. അന്താരാഷ്ട്ര പൊതുജനാഭിപ്രായത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ്. എത്ര വലിയ സ്വേച്ഛാധിപതിയായ, എത്ര ശക്തനായ രാജ്യത്തിന്റെ ഭരണാധികാരിയാണെങ്കിലും അന്താരാഷ്ട്ര രംഗത്തെ പൊതുജനാഭിപ്രായത്തെ ഭയപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട്. മറ്റൊരു ചോദ്യം ഇതാണ്: ക്യാൻ ദ ഗവൺമെന്റ് ഈസിലി അഫോർഡ് ടു ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയനെ അവഗണിക്കുവാൻ ഗവൺമെന്റുകൾക്ക് എളുപ്പം കഴിയുമോ? എബ്രഹാം ലിങ്കന്റെ ഒരു വാചകമുണ്ട്: അവർ ഗവൺമെന്റ് റെസ്റ്റ് ഇൻ പബ്ലിക് ഒപ്പീനിയൻ. നമ്മുടെ ഗവൺമെന്റ് പൊതുജനാഭിപ്രായത്തിലാണ് സുരക്ഷിതമായി നിലനിൽക്കുന്നത്. ഹൂഎവർ ക്യാൻ ചേഞ്ച് പബ്ലിക് ഒപ്പീനിയൻ ക്യാൻ ചേഞ്ച് ദ ഗവൺമെന്റ് ഓൾസോ. അതായത് പൊതുജനാഭിപ്രായത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും ഗവൺമെന്റിനെയും മാറ്റിമറിക്കാൻ കഴിവുണ്ടാകും എന്നോർക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ക്യാൻ ദ ഗവൺമെന്റ് ഈസിലി അഫോർഡ് ടു ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയനെ അവഗണിക്കാൻ, നിസാരമായി തള്ളിക്കളയാൻ ഗവൺമെന്റുകൾക്ക് കഴിയുമോ? നോ, ഇറ്റ് കനോട്ട് ഈസിലി ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ. ഗവൺമെന്റുകൾക്ക് പൊതുജനാഭിപ്രായത്തെ നിസാരമായി തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊരു ചോദ്യം ഇതാണ്: ഡസ് ദ പബ്ലിക് ഒപ്പീനിയൻ കീപ് എ ചെക്ക് ഓൺ ദ ആർബിട്രറി ആക്ട്സ് ഓഫ് ദ ഗവൺമെന്റ്? ഗവൺമെന്റിന്റെ സ്വേച്ഛാപരമായ പ്രവൃത്തികളെ പരിശോധിക്കുവാൻ പൊതുജനാഭിപ്രായത്തിന് കഴിയുന്നുണ്ടോ? യെസ്, ഇറ്റ് ഡസ് എ ചെക്ക് ഓൺ ഗവൺമെന്റ്സ് ആക്ട്സ്. ഗവൺമെന്റിന്റെ സ്വേച്ഛാപരമായ പ്രവർത്തനങ്ങളെ അത് പരിശോധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. മറ്റൊരു ചോദ്യം ഇതാണ്: ഡസ് പബ്ലിക് ഒപ്പീനിയൻ ഹാവ് നോ ഇമ്പാക്ട് ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾസ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്? പൊതുജനങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തിന്റെയും മേളിൽ പൊതുജനാഭിപ്രായത്തിന് ഒരു പ്രത്യാഘാതവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നോ, ഇറ്റ് ഡസ് ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ദ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. പൊതുജനങ്ങളുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, ഇതിനെയൊക്കെ കാത്തു സംരക്ഷിക്കുന്നതിൽ പൊതുജനാഭിപ്രായത്തിന് വലിയ പങ്ക് തന്നെയുണ്ട്, പ്രത്യാഘാതം തന്നെയുണ്ട്. മറ്റൊരു ചോദ്യം: ആർ ഇന്റർനാഷണൽ റിലേഷൻസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പബ്ലിക് ഒപ്പീനിയൻ? അന്താരാഷ്ട്ര ബന്ധങ്ങൾ പൊതുജനാഭിപ്രായത്താൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും അതെ. യെസ്, ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പബ്ലിക് ഒപ്പീനിയൻ. മറ്റൊരു ചോദ്യം: ഇസ് ദർ എ ഡെഫിനിറ്റ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ് ഫോർ ദ ഫോർമുലേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് ഒരു കൃത്യമായ പതിവ് പാതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പാതയൊന്നുമില്ല. മറ്റൊരു ചോദ്യം: വാട്ട് ഈസ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ? എന്താണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ? The basic process through which every individual is oriented with respect to political issues. രാഷ്ട്രീയപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും അവന്റെ കുടുംബത്തിൽ കൊണ്ടുവരപ്പെടുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുത്തുകൊണ്ടുവരുന്ന വളർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയ അവന്റെ ചിന്താമണ്ഡലത്തിൽ, അതാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നുകൊണ്ട് പറയുക. സോഷ്യോളജിയിൽ നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവന്റെ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് ദ ലൈഫ് ലോങ് പ്രോസസ്. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ദർ പൊളിറ്റിക്കൽ ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ്. വ്യക്തികൾ അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ രൂപപ്പെടുത്തി കൊണ്ടുവരിക. ദിസ് ഒക്കേഴ്സ് ത്രൂ വേരിയസ് ഇൻഫ്ലുവൻസസ്. ഇത് പലതരം സ്വാധീനങ്ങളാലാണ് ഉണ്ടാവുക.
നോൺ ആസ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻക്ലൂഡിങ്, അതായത് സോഷ്യലൈസേഷന്റെ ഏജൻസ് തന്നെയാണ് ഇതൊക്കെ രൂപപ്പെടുത്തുന്നത്. അതായത് ഫാമിലി, എഡ്യൂക്കേഷൻ, പിയർ ഗ്രൂപ്പ് ആൻഡ് മീഡിയ, ഇതൊക്കെ ഒരാളുടെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ നന്നായി സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാം. What are the most influential in personality formation and character building in political socialization? ഒരാളുടെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷന്റെ ഫോർമേഷനിലും ക്യാരക്ടർ ഫോർമേഷനിലും ഒക്കെ ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യൽ ആവുന്നത് എന്താണ്? ഏറ്റവും അധികം മറ്റൊന്നുമല്ല, പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ പങ്കുണ്ടെങ്കിലും അവന്റെ ആ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കുട്ടിക്കാലത്തെ അറിവ് രൂപപ്പെടുന്നത് കുടുംബത്തിൽ നിന്നും പിന്നീട് അവന്റെ സമപ്രായക്കാരിൽ നിന്നുമാണ്. അതുകൊണ്ട് ഫാമിലിയും പിയർ ഗ്രൂപ്പുമാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. നിയമം, വിദ്യാഭ്യാസം, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി, റിലീജിയൻ, ഫ്രണ്ട്സ്, ജെൻഡർ, എത്തനിക് ഓർ റേഷ്യൽ ഹെറിറ്റേജ്, ജിയോഗ്രഫിക് ഏരിയ, ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ. പക്ഷേ ഫാമിലിയാണ് വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കോറിലേഷൻ ബിറ്റ്വീൻ പാരൻസ്, പാർട്ടി അഫിലിയേഷൻ, മാതാപിതാക്കൾക്ക് ഏത് പാർട്ടിയോടാണ് ചായ്വ് എന്നതുമായി കുട്ടിക്ക് ഇവിടെ രാഷ്ട്രീയ അഫിലിയേഷന്, രാഷ്ട്രീയ ചായ്വിന് ബന്ധമുണ്ട്. ലെസ് ഓഫ് കോറിലേഷൻ ഓൺ സിവിൽ ലിബർട്ടീസ് ആൻഡ് റേഷ്യൽ ഇഷ്യൂസ്. സിവിൽ ലിബർട്ടീസ്, റേഷ്യൽ ഇഷ്യൂസ്, ഇതുമായി അത്രയധികം അതിന് ബന്ധമില്ല. ഇനി ഫെയർലി ഈക്വലി ഇൻഫ്ലുവൻസ് ഓഫ് മദർ ആൻഡ് ഫാദർ, അച്ഛൻ്റെയും അമ്മയുടെയും സ്വാധീനം ഏതാണ്ട് തുല്യമായി തന്നെയാണ് ഒരു കുട്ടിയുടെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷന് വരിക. വെൻ പാരൻസ് ഡിഫർ, ചിലപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ അച്ഛനമ്മമാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണെങ്കിൽ കുട്ടി ഏതൊരാളാണോ കൂടുതൽ താതാത്മ്യമുള്ളത് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നത് അയാളുടെ രാഷ്ട്രീയ ചായ്വിലേക്ക് ബന്ധപ്പെടാൻ ഇടയുണ്ട്. ഇനി നെയിം ദ ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായത്തിന്റെ ഏജൻസീസ് ഏതെല്ലാമാണ്? നമുക്കറിയാം, ഒത്തിരി മാധ്യമങ്ങളുണ്ട്. പ്രധാനമായും നമ്മൾ ടെലിവിഷൻ, റേഡിയോ, പത്രമാധ്യമങ്ങളൊക്കെയാ പറയാ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രസ് ഉണ്ട്, റേഡിയോ ടെലിവിഷൻ ഉണ്ട്, സിനിമയുണ്ട്, പബ്ലിക് മീറ്റിംഗ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനങ്ങളും, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ദെൻ ഒപ്പീനിയൻ പോൾസ്, അഭിപ്രായ സർവേകളൊക്കെ ഒരാളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമെടുക്കലിനെ സ്വാധീനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹൗ ഡസ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽസ്? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ വ്യക്തികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇറ്റ് ഡിറ്റർമൈൻസ് ദെയർ വ്യൂസ് ആൻഡ് റിയാക്ഷൻസ് ടുവേർഡ്സ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ നിശ്ചയിക്കുന്നത് ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം.